വേറെ ഏതെങ്കിലും സെറ്റപ്പ് ആയിരിക്കും. അത് മാത്രമല്ല, കാശിന്റെ കണക്കൊക്കെ പറയുന്നത് കേട്ടില്ലേ? അല്ല, നിങ്ങളിപ്പോ ആരെക്കുറിച്ചാ പറഞ്ഞേ? ഇപ്പൊ വണ്ടിയെ കയറി പോയില്ലേ രണ്ടുപേരും? എന്തൊരു ശല്യമായിരുന്നു ഇവിടെ. ഒരു യാത്രയ്ക്ക് വന്ന സന്തോഷത്തോടെ അത് പൂർത്തിയാക്കി തിരിച്ചു പോവല്ലേ വേണ്ടത്. ഇത് രണ്ടുപേരും കൂടി തമ്മിത്തല്ല. ഒരു കാര്യം ഉറപ്പാ, ഭാര്യയും ഭർത്താവുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല. നിങ്ങളെപ്പോലുള്ള നല്ല കുടുംബങ്ങളൊക്കെ വരുന്ന സ്ഥലമല്ലേ ഇത്. കുറച്ച് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് ഞങ്ങളൊന്ന് പറഞ്ഞുപോയി. അവരതിന് ഞങ്ങളുടെ മെക്കിട്ട് കയറി. കൽപ്പന ഇതുവരെ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ഇപ്പൊ തോന്നുന്നില്ലേ? എന്തു പറ്റിയവർക്ക്? ഒന്നുമില്ല പത്മിനി. ചിലപ്പോ നമ്മളിൽ ചിലര് കണിമംഗലത്തേക്ക് തിരിച്ചു പോകണ്ടെന്ന് അവര് തീരുമാനിക്കും. നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കില്ല. വരണം പ്രിയങ്കയുമായി ഇത്രമാത്രം അകൽച്ചയുണ്ടെങ്കില് എന്നെ കൊണ്ടിനി ആർക്ക് ശല്യം ഉണ്ടാവില്ല. നമുക്കധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അല്ലേ കൽപ്പന? കണിമംഗലത്തെ എല്ലാം നശിച്ചാലും അച്ഛൻ പിടിച്ചു നിൽക്കുന്നത് മുത്തശ്ശിയുടെ ധൈര്യത്തിലാ. ഇവരിറങ്ങി പോവാന്ന് പറഞ്ഞാ അതിനേക്കാൾ സന്തോഷമുള്ള വേറൊരു കാര്യവും ഇല്ല. നമസ്കാരം സാർ. സുഖാണോ? സുഖാണ് സാർ. പരമേശ്വരൻ സാർ ഇപ്പൊ കൂടി വിളിച്ചതേ ഉള്ളൂ. സാറും ഭാര്യയും എത്തിയെന്ന് ചോദിച്ചോണ്ട്. കുറച്ച് മുമ്പേ എത്തേണ്ടതായിരുന്നു. ഈ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടപ്പോ അത് പിന്നെ ഞങ്ങൾക്ക് അറിയില്ലേ. സാർ എപ്പോ ഇവിടെ താമസിക്കാൻ വന്നാലും ക്യാമറ ആയിട്ടുള്ള ചുറ്റിക്കറക്കാണല്ലോ. സാർ, മേഡം എന്താ ഇറങ്ങാത്തെ? ബാഗ് എടുക്കാം. അതെ, നമ്മുടെ റിസോർട്ടാ. ആ നിൽക്കുന്നത് ഇവിടുത്തെ തൊഴിലാളികളാ. മനസ്സിലായി. നമ്മൾ തമ്മിലുള്ള തർക്കം അവരറിയാൻ പാടില്ല, അതല്ലേ? ഞാൻ അഭിനയിക്കാം. അഭിനയം തൊഴിലാക്കാൻ ആഗ്രഹിക്കുന്നവളാ ഞാൻ. സോ അഭിനയിക്കുന്നതിന് കൂലി കിട്ടണം. ചിലപ്പോ ഞാൻ ദിവസ കൂലി ചോദിക്കും, അല്ലെങ്കിൽ മണിക്കൂറിനും ചോദിക്കും. അതെ, ദൂരയാത്ര ആയതുകൊണ്ട് പ്രിയങ്കയ്ക്ക് ചെറിയൊരു തലവേദന. ഞങ്ങളൊരു മസാല കാപ്പി ഇട്ട് തരാം. അതും കുടിച്ച് ഒരു 10-15 മിനിറ്റ് കിടന്നാൽ മതി. എല്ലാം ഉഷാറാവും. താങ്ക് യു. നിങ്ങളുടെ രണ്ടുപേരുടെ വീടൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണോ? ഞാനിവിടെ അടുത്താ മാഡം. ഇയാൾ കുറച്ച് ദൂരെ. അതെ മാഡം. ശരി സാർ, മാഡം നന്നായിട്ട് തന്നെ പെരുമാറുന്നുണ്ടല്ലോ എല്ലാവരോടും. വാ. ഇപ്പൊ തുറക്കാം മാഡം. സെക്യൂരിറ്റിക്കാരോട് എന്താ നന്നായിട്ട് പെരുമാറാൻ തീരുമാനിച്ചത്? ഞാനെന്തിനാ അവരുടെ മുന്നിൽ മോശമാവുന്ന? അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള വിദ്യയൊക്കെ എനിക്കും അറിയാം. ഓ,
എന്തിനാ പ്രമാണമൊക്കെ? തൽക്കാലത്തേക്ക് കുറച്ച് പണം കണ്ടെത്തിയല്ലേ പറ്റൂ. കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനമായ അന്നേരം ഓടാൻ പറ്റില്ലല്ലോ. കാര്യം ശരിയാണ്, കണിമംഗലത്ത് ശക്തരായ ബന്ധുക്കളുണ്ട്. പക്ഷേ കടം ചോദിക്കുന്നത് നാണക്കേടല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. തൽക്കാലം എല്ലാം തീരുമാനമാകുന്നത് വരെ വരുണൊന്നും അറിയരുത്. അതെന്താടോ? വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് വരുൺ സാമ്പത്തികമായി സഹായിക്കാൻ ശ്രമിക്കും. അവിടെയുള്ള എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഞാൻ പോയി നമ്മുടെ കൈമണ്ണൊന്നും കാണട്ടെ. അയാളാകുമ്പോ പലിശയിൽ ഇത്തിരി കുറവുണ്ടാവും. പിടിവാശിക്കാരനുമല്ല. എന്താ ചെയ്യാൻ പറ്റുന്ന അയാൾ എന്നെ പറയട്ടെ. അച്ഛാ, എന്താ മോളെ? എനിക്ക് വേണ്ടി ഒന്നും പണയപ്പെടുത്തണ്ട. എനിക്ക് വിവാഹം കഴിക്കണമെന്നുമില്ല, എനിക്കിവിടുന്ന് പോണമെന്നുമില്ല. അച്ഛന്റെ പ്രാരാബ്ദങ്ങള് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ മോളാ. അപ്പൊ പിന്നെ നീ ഇത് പറയുന്നതിൽ അച്ഛന് അത്ഭുതമില്ല. പക്ഷേ അച്ഛന്റെ കടമ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ തൽക്കാലം കൈമളുടെ കയ്യിലൊന്ന് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അധികം വൈകാതെ അച്ഛനെ തിരിച്ചെടുക്കും. കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് അച്ഛനറിയാൻ കുട്ടി. വെറുതെ തടസ്സം പറയണ്ട. അച്ഛൻ പോയി വരട്ടെ. പണത്തിന്റെ കാര്യത്തില് അച്ഛന് ചെറിയ വേവലാതിയുണ്ട്. പക്ഷേ എന്നെ മോക്ക് വന്നിരിക്കുന്ന മഹാഭാഗ്യം ആലോചിക്കുമ്പോ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാ അച്ഛൻ. അച്ഛൻ പോയിട്ട് വരാം മോളെ. അച്ഛാ, ഏതെങ്കിലും വിധത്തിൽ ഈ വിവാഹം മുടക്കാനാണോ? നമ്മുടെ ഇടയില് അച്ഛൻ അറിയാത്തൊരു കാര്യമുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നീറ്റുന്നതാ. അതിന് ഇതേ ഒരു പരിഹാരമായിട്ടുള്ളൂ. ഇതോടെ പ്രിയങ്കയുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. നീയും രക്ഷപ്പെടും. മറിച്ചൊന്നും ചിന്തിക്കരുത്, വേറെ ഒന്നിനെ ശ്രമിക്കരുത്. പ്രിയങ്കയുടെ വിവാഹം തടസ്സപ്പെടുമെന്ന് അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അച്ഛൻ വീണു പോകുന്നു. പക്ഷെ തടസ്സപ്പെടുന്നത് നിന്റെ വിവാഹത്തിന്റെ കാര്യത്തിനാണെങ്കിൽ അതിൽ പിന്നെ സംശയമൊന്നും ഉണ്ടാവില്ല. ദേ, നിന്റെ വാക്കിനിപ്പോ വല്ലാത്ത വിലയുണ്ട്. ഒരു വാക്കുകൊണ്ട്, ഒരു നിഷേധം കൊണ്ട് നിനക്കിപ്പോ ആരെയും കൊല്ലാം. മറക്കണ്ട. ഇയാളെ കാണാനേ നല്ല ഭംഗിയുണ്ട്. വിടർന്നുവോ നിൻമുഖം ചെമ്പകം പോലെ, പടർന്നതോ സൗരഭം. എന്നോമൽ പൂവേ വാടാതെ നിന്നോ പൊൻവേണലിൽ. ആ, ഇന്നലെ ഫോട്ടോ എടുത്ത ആളല്ലേ? അതെ. ഇവിടെ എന്താ? ഓ, ഇവിടെയും പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വന്നതാ? അല്ലല്ല, തെരഞ്ഞു വന്നതാ. തിരഞ്ഞുവോ ആരെ? തെന്നല മെല്ലെ മലർന്നില താരകേ. വരുൺ,
സ്വപ്നം കണ്ട് കഴിഞ്ഞില്ലേ? ആ അല്ലേലും നല്ല സ്വപ്നങ്ങൾക്ക് തന്നെ പോലെയുള്ളവർ ആയുസ് തരില്ലല്ലോ. സ്വപ്നം കണ്ടോ, അതിന് എനിക്ക് വിരോധമൊന്നുമില്ല. ഓ. പക്ഷേ അതിനു മുൻപ് ചില കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം. ഓ, എന്ത് കാര്യമാണാവോ? നമ്മൾ പിരിയുന്ന കാര്യം. എനിക്കിതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. നീളം തോറും ഒരു നായിക ആകാനുള്ള എന്റെ സ്വപ്നങ്ങൾക്ക് ഇടിവ് സംഭവിക്കുന്നത്. ദേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തരാമെന്ന് സമ്മതിച്ച പണം തന്ന് എന്നെ ഒഴിവാക്കണം. ആഹാ, അതെ, ഓഹോ, പണം തരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അച്ഛനെ രോഗാവസ്ഥ എന്ന് പൂർണ്ണമായിട്ട് മാറണം. എന്നിട്ടേ ഈ കാര്യം എനിക്ക് അവതരിപ്പിക്കാൻ പറ്റൂ. അച്ഛൻ ഇനി എന്താ പ്രശ്നം? അച്ഛൻ ഇളയച്ചന്റെ കൂടെ യാത്രയിലല്ലേ? അധികം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ബിസിനസ് യാത്രകൾ പോലെയല്ല കുടുംബകാര്യങ്ങൾ. അതൊന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സാവത്തൊന്നുമില്ല. ഞാൻ എന്തൊക്കെ ചെയ്യണം? നിങ്ങളെ രക്ഷിക്കണം, നിങ്ങളുടെ അച്ഛന്റെ ജീവൻ രക്ഷിക്കണം, കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കണം. ആ, ചിലപ്പോ വേണ്ടി വരും. എനിക്ക് സൗകര്യമില്ല. ചിലപ്പോ നാളെ നേരം വെളുക്കുമ്പോ തന്നെ എല്ലാവരെയും വിളിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തിരിക്കും. അപ്പൊ പിന്നെ ആര് വീണ് ചത്താലും എനിക്കൊരു പ്രശ്നവും. അച്ഛനായാ പോലും. എന്റെ അച്ഛനെ കുറിച്ച് വല്ലതും പറഞ്ഞാണ്ടല്ലോ, ഇതിനകത്തോട്ടും ഒന്നളെ ഞാൻ കൊല്ലുവോ? ആ കൊല്ലുവോ? ആ, കൊല്ലും. താൻ എന്നെ കൊല്ലുവോ? കൊല്ലും. എങ്കിലും ഒന്ന് കാണണമല്ലോ. കോണിമംഗലം പരമേശ്വരന്റെ മോനെ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ എന്റെ കഴുത്ത് ഞെരിച്ചെങ്ങ് കൊല്ല്. കൊല്ല് 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 കൊല്ല്. കൊല്ല് കൊല്ലു കൊല്ല്. ഇങ്ങോട്ട് ഇങ്ങോട്ട് നടക്കും. മുത്തശ്ശി, മുത്തശ്ശി വിട്. അയ്യോ അയ്യോ എടാ, എന്തിനാ അവനെ തല്ലുന്നേ? നീ ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇവന്റെ വിവാഹം നടത്താനുള്ള ഏർപ്പാട് ചെയ്യാൻ പറ. അല്ലെങ്കിലേ മോൻ ഏതെങ്കിലും കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കുമ്പോ നാട്ടുകാര് പിടിച്ചുകെട്ടി തല്ലി കൊന്നുകളെ. എടാ, വരുണിന്റെ പ്രിയങ്കയുടെയും ജനാല തുറന്നിട്ടിട്ട് മൊബൈലിൽ എന്തോ ഷൂട്ട് ചെയ്യായിരുന്നു ഇവൻ. എന്താടാ ഇവര് പറയുന്നത് സത്യാണോ? അമ്മേ, അത് ഇവര് വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. അവരുടെ റൂമിൽ നിന്ന് നല്ല ശബ്ദമായിരുന്നു. അത് മുത്തശ്ശിയും വല്യമ്മയും കാണിക്കാൻ വേണ്ടിയാ ഞാൻ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. എന്നിട്ട് അവര് തമ്മിൽ തല്ലുന്നു നീ കണ്ടോ? നിന്റെ ഫോൺ എടുക്ക്. നീ എന്താ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്ക്. അത് ക്യാമറ സെറ്റായി വന്നപ്പോഴേക്കും നിങ്ങൾ വന്നു, അതുകൊണ്ടാ. ഗൗതം, ഫോണിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലേ നീ ഇതുവർക്ക് കാണിച്ചു കൊടുക്ക. അതോടെ തീരുമല്ലോ എല്ലാവരുടെ സംശയം. വഴിവക്കിൽ വെച്ച് ആളുകൾ പറഞ്ഞിട്ട് പോലും അമ്മയ്ക്കും മുത്തശ്ശിക്കും വിശ്വാസമായിട്ടില്ല. എടുത്ത് കാണിച്ചു കൊടുക്ക്, അല്ലെങ്കിലേ ഈ സംശയം അങ്ങനെ അങ്ങ് കിടക്കും. നിങ്ങളുടെയൊക്കെ നിർബന്ധം കൊണ്ടാ വരുണും പ്രിയങ്കയെ അറിയാതെ അവരുടെ പിറകെ വന്നത്. ഇനിയിപ്പോ അവരറിഞ്ഞോട്ടെ നമ്മൾ ഇവിടെ ഉണ്ടെന്ന്. ഞാൻ തന്നെ പറഞ്ഞോളാം. ഏയ് മുത്തശ്ശി നിക്ക്. ഗൗതം,
ആ ഫോണിങ്ങത്താ തോരാൻ. ഇതാണോ നീ പറഞ്ഞ തമ്മി തല്ല്? ഇതാണോ നീ എല്ലാവരെയും കാണിക്കാൻ ഉദ്ദേശിച്ചത്? ഭാര്യയും ഭർത്താവും ഒരുമിച്ചൊരു മുറിയിലുണ്ടായാലേ അവർ തമ്മിൽ സ്നേഹിക്കില്ലേ? ഓഹ്, കഷ്ടമുണ്ട് കേട്ടോ. അമ്മ ഈ പോരമ്മേ, ഈ നാണം കെട്ട കാര്യത്തിനൊക്കെ അധികം സംസാരിക്കുന്ന അപകടം. ഉർവശി, നിന്റെ മോന് കാര്യങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞു മനസ്സിലാക്കിക്കും. ഇല്ലെങ്കിലേ ഇവൻ ഇനി കണിമംഗലത്തേക്ക് തിരിച്ചു വരണ്ടെന്ന് എനിക്ക് തീരുമാനിക്കേണ്ടി വരും. കൂടെയുള്ളവരെ നാണം കെടുത്താനല്ലാതെ എന്തെങ്കിലും നിന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോടാ ഇതുവരെ? ചെറിയമ്മേ, ഗൗതമിനെ കുറ്റം പറയണ്ട. ക്യാമറയിലൊന്നും പതിഞ്ഞില്ല എന്നുള്ളത് സത്യം തന്നെയായിരിക്കും. പക്ഷേ അവര് തമ്മിലുള്ള പ്രശ്നങ്ങള് ഞാൻ പലതവണ നേരിട്ട് കണ്ടിട്ടുള്ളതാ. എനിക്കതിൽ ഒരു സംശയവും ഇല്ല. ഗൗതം, ഇനി മുത്തശ്ശിക്കും അമ്മയ്ക്കും മുന്നിലൊരു കാര്യം അവതരിപ്പിക്കുമ്പോ അതവര് വിശ്വസിക്കുന്നതായിരിക്കണം. ഇനി അബദ്ധം പറ്റരുത്. ഇതെന്തിനാ നിനക്ക് ഇത്രയും ദേഷ്യം? ഇവള് പൂജാരിയുടെ മകളായതുകൊണ്ടാണോ എന്ത് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത്? കൽപ്പന പലതവണ ശ്രമിച്ചില്ലേ? ദേ ഇപ്പൊ ഞാനും ശ്രമിച്ചു. പക്ഷെ സംഭവിക്കുന്നതൊക്കെ നേരെ തിരിച്ചു. ദൈവങ്ങളൊക്കെ കൂടി പൊതിഞ്ഞ് പിടിച്ചിരിക്കുക. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? പിന്നെ ദൈവങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഗൗതം, ഒന്നിച്ചുള്ളൊരു ജീവിതത്തിന്റെ തൊട്ടടുത്താ നീ ഞാനും. വരുണിന്റെയും പ്രിയങ്കയുടെയും യാഥാർത്ഥ്യം മുത്തശ്ശിയും അമ്മയും കാണിച്ചു കൊടുക്കൽ മാത്രമല്ല, നമ്മുടെ യാഥാർത്ഥ്യം വേറെയാ. നാളെ സൂര്യൻ അസ്തമിക്കണം. ആകാശത്തിലെ സൂര്യനല്ല, ഒടിഞ്ഞു മടങ്ങി വീൽ ചെയറിലിരിക്കുന്ന സൂര്യനില്ലേ, അയാള് നാളെ തീരണം. അതിലെനിക്ക് പിഴക്കില്ല. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെല്ല്, ഇന്നത്തെ ഒരു രാത്രി കൂടി ആ മാംസപിണ്ഡത്തിന് കാവലിരിക്കും. ഇന്നത്തെ ദിവസം സൂര്യ മനസ്സറിഞ്ഞ് സന്തോഷിക്കും. കൽപ്പനയുടെ മാറ്റങ്ങൾ സൂര്യ മനസ്സിലാക്കും. നാളെ നേരം വെളുക്കുമ്പോ മുത്തശ്ശിയോടും അമ്മയോടും ബിജുവിനോടൊക്കെ സൂര്യ അത് പറയും. അപ്പൊ പിന്നെ സൂര്യക്ക് സംഭവിക്കുന്ന അപകടത്തില് ഇനി ആരും സംശയിക്കില്ലല്ലോ. ഞാൻ പോട്ടെ. തലയിലിരിക്കുന്ന ഭാരം ഒന്ന് ഒഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് മതി. ഒട്ടും കനവില്ലാത്തൊരു അപ്പൂപ്പൻ താടി പോലെ എനിക്ക് നിന്റെ മാറിൽ ഒട്ടിപ്പിടിച്ചിരിക്കണം.